ചരിത്രത്തിൽ വളരെ വലിയ വഴിത്തിരിവുകളാവുന്ന സാഹിത്യകൃതികൾ നമുക്കുണ്ടാകാറുണ്ട്, വല്ലപ്പോഴുമാണെന്ന് മാത്രം. മലയാളത്തിൽ ദീർഘകാലത്തെ പാരമ്പര്യത്തിൽ നിന്നൊരു വിച്ഛേദമായിരുന്നു 40കളിലും 50കളിലുമൊക്കെ വന്ന ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിലൂടെ വന്ന, അല്ലെങ്കിൽ ആ ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്ന ഒട്ടേറെ കൃതികൾ. അതിൽ തകഴിയുടെയും ദേവിൻ്റെയും ബഷീറിൻ്റെയും ഒക്കെ പുതിയ സാഹിത്യകൃതികളുണ്ടായി. അതുവരെ നിലനിന്ന പാരമ്പര്യത്തിൽ നിന്ന് മാറി അത് സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരുടെ ജീവിതത്തെ പകർത്തുന്ന കൃതികളായി മാറി. പിന്നീട് നമ്മൾ 60കളോടുകൂടി ആധുനികത എന്ന് പറയുന്ന പുതിയ പ്രസ്ഥാനം മലയാള സാഹിത്യത്തിൽ ഉദയം ചെയ്തു. സമഷ്ടിയുടെ കഥകളിൽ നിന്ന്, സമൂഹത്തിൻ്റെ കൃതികളിൽ നിന്ന് വ്യക്തികളുടെ ആന്തരിക വ്യഥകളിലേക്ക് ആ സാഹിത്യകൃതികൾ പ്രവേശിച്ചു. അതിൽ ഒ വിജയനുണ്ട്, മുകുന്ദനുണ്ട്, കാക്കനാടനുണ്ട്, MP നാരായണപിള്ളയുണ്ട്, VKN ഉണ്ട്, മാധവിക്കുട്ടിയുണ്ട്. ഇവരൊക്കെ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് മലയാള സാഹിത്യത്തെ കൊണ്ടുപോയി. അതിനുശേഷം ആധുനികതയ്ക്ക് ശേഷം ഉത്തരാധുനികതയുടെ കാലമായി. അവിടെ വീണ്ടും ഇതുവരെയുള്ള സാഹിത്യ പാരമ്പര്യത്തിന് വിച്ഛേദം കുറിക്കുന്ന, അവിടെ നിന്ന് മാറി ഒഴുകുന്ന പുതിയ കൃതികളുടെ രംഗപ്രവേശമായി. ഈ മാറ്റം പലപ്പോഴും ചരിത്രപ്രധാനമാകുന്നതിനൊപ്പം അത് അതുവരെയുള്ള ഭാവുകത്വത്തെ മാറ്റിപ്പണിയുന്നു. ആഖ്യാന ശൈലി പുതിയ മേഖലകൾ തേടുന്നു. പുതിയ കഥാസന്ദർഭങ്ങളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും പുതിയ ലോകവീക്ഷണം അവതരിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ ഉത്തരാധുനിക സാഹിത്യത്തിൻ്റെ ഒരു സവിശേഷത. അത് ചരിത്രത്തെ അഭിസംബോധന ചെയ്യുന്ന കൃതികളാണ് എന്നുള്ളതാണ്. ചരിത്രത്തെ അത് മുന്നിൽ നിർത്തുക മാത്രമല്ല, ചരിത്രം ആ കൃതികളിലൂടെ പുതിയ രീതിയിൽ പ്രവർത്തിക്കുകയും പ്രതിപ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിൽ ചരിത്രത്തെ വ്യാഖ്യാനം ചെയ്യുന്നുണ്ട്, ചരിത്രത്തെ അപനിർമ്മാണം ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ചരിത്രത്തെ പരിഹസിക്കാറുണ്ട്. ചരിത്രത്തിലൂടെ നമുക്കറിയാവുന്ന വിശേഷങ്ങളെ, വിവരങ്ങളെ പൂർണ്ണമായും തലകീഴായി നിർത്താറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഈ പുതിയ കാലഘട്ടത്തിൻ്റെ കൃതികളിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് TD രാമകൃഷ്ണൻ രചിച്ച ഫ്രാൻസിസ് ഇട്ടിക്കോര. അമ്മേടെ യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞു. KSFE ഈ നാടിൻ്റെ ധൈര്യം. പലതരത്തിലുള്ള വിച്ഛേദങ്ങൾക്ക് പാത്രമായ മലയാള സാഹിത്യത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തെ കുറിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. മലയാള സാഹിത്യത്തിൽ അതുവരെ പരിചിതമല്ലാതിരുന്ന പല രീതികളും, അതിൻ്റെ ശില്പം, അതിൻ്റെ ആഖ്യാന രീതി, അത് മുന്നോട്ട് വയ്ക്കുന്ന മൂല്യകൽപ്പനകൾ എല്ലാം വ്യത്യസ്തമായി മാറുന്നു. 2009 ഇറങ്ങിയ പുസ്തകം 2025 തന്നെ 1 ലക്ഷത്തോളം കോപ്പി പ്രതികൾ വിറ്റഴിഞ്ഞ് കഴിഞ്ഞു. 44-45 എഡിഷൻ 2025 ആയിക്കഴിഞ്ഞു. റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്ന TD രാമകൃഷ്ണൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട കൃതി എന്ന് പറയാം. അതിനുശേഷം അദ്ദേഹം എഴുതിയ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായികയും ഇതുപോലെ തന്നെ ശ്രദ്ധേയമായി എന്നുള്ളതും നമുക്കറിയാം. ഈ പുസ്തകം നേരത്തെ പറഞ്ഞ പോലെ ചരിത്രവുമായും ചരിത്രത്തിലില്ലാത്ത കാര്യങ്ങളും എല്ലാം കൂടി കുഴയുന്ന ഒരു ഭാവുകത്വത്തിൻ്റെ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. അതിൽ സത്യമുണ്ട്, അസത്യമുണ്ട്, ബോധപൂർവമുള്ള ഭാവന സൃഷ്ടമായ ചില കഥകൾ യാഥാർത്ഥ്യവുമായി കെട്ടുപിണയുന്നുണ്ട്. യഥാർത്ഥമായിട്ടുള്ള ജീവിതത്തിലെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളോടൊപ്പം തികച്ചും ഭാവനാസൃഷ്ടമായ കഥാപാത്രങ്ങൾ കടന്നു വരികയും അവർ തമ്മിൽ ഇടകലരുകയും അവർ തമ്മിൽ ഇടപഴകുകയും ചെയ്യുന്നുണ്ട്. അതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളെ ഒരുപക്ഷെ പുതിയ രീതിയിൽ കാണുകയും അത് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. ചരിത്രത്തിൽ നമുക്ക് തന്നെ തെളിവുകളോടെ നമ്മളുടെ മുമ്പിൽ വന്ന പല സംഭവങ്ങളെയും അതൊരു പുതിയ
വ്യാഖ്യാനത്തിലൂടെ അതിന് നേരെ എതിർ ദിശയിലേക്ക് നയിക്കുന്ന ചില രീതികളുണ്ട്. ഇതെല്ലാം വാസ്തവത്തിൽ ടി.ഡി. രാമകൃഷ്ണൻ്റെ ഈ പുസ്തകത്തിൽ വളരെ വളരെ തിളങ്ങി നിൽക്കുന്നു എന്ന് മാത്രമല്ല, ആ പുസ്തകത്തിൻ്റെ ആ കൃതിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ജീവരേഖയായി ഈ ആഖ്യാന ശൈലി, സത്യവും അസത്യവും യാഥാർത്ഥ്യവും സ്വപ്നവും ഒക്കെ ഇടകലരുന്ന ഒന്നായി മാറി. ഇത് തുടങ്ങുന്നത് വാസ്തവത്തിൽ ഇതൊരു 15-ാം നൂറ്റാണ്ടിലെ, അതായത് ബ്രിട്ടീഷ് കൊളോണിയൽ അധികാരികളായ പോർച്ചുഗീസുകാരും മറ്റും കേരളത്തിൽ വന്ന ചരിത്രം മാറ്റി കുറിച്ച, കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഏഷ്യയുടെയും ചരിത്രം മാറ്റിക്കുറിച്ച, കൊളോണിയൽ കാലഘട്ടത്തിന് തൊട്ട് മുമ്പ് കേരളത്തിൽ നിന്ന്, കേരളത്തിലെ കുന്നംകുളം, തൃശ്ശൂരിനടുത്തുള്ള കുന്നംകുളം എന്ന പ്രദേശത്ത് നിന്ന് കുരുമുളക് വ്യാപാരവുമായി യൂറോപ്പിലെത്തി അവിടെ ഒരു വലിയ പ്രമാണിയായി, വലിയ സമ്പന്നനായി, വലിയ സാംസ്കാരിക നായകനായി, വളരെ വലിയ ആ സമൂഹത്തെ ഏറ്റവും അധികം ഇളക്കിമറിച്ച സംഭവങ്ങൾക്ക് സാക്ഷിയായി മാറിയ ആളാണ് ഈ ഫ്രാൻസിസ് ഇട്ടിക്കോര. ഭാവനയും യാഥാർത്ഥ്യവും എന്ന പോലെ ഇതിൽ കാലങ്ങളും ദേശങ്ങളുമൊക്കെ കുഴഞ്ഞു മറയുന്നുണ്ട്. 15-ാം നൂറ്റാണ്ടിലെ ഇറ്റലി, ഫ്ലോറൻസ് നിന്ന് തെക്കേ അമേരിക്കയിലേക്കും അവിടുത്തെ പെറുയിലേക്കും ജപ്പാനിലേക്കും കേരളത്തിലേക്കും, കേരളത്തിൽ കൊച്ചിയിലേക്കും കുന്നംകുളത്തേക്കുമൊക്കെ ആഖ്യായിക ഇതിൻ്റെ കഥാരീതി അല്ലെങ്കിൽ ഇതിൻ്റെ സന്ദർഭങ്ങൾ കുഴഞ്ഞു മറയുന്നതും കൂടി കലരുന്നതുമൊക്കെ ഇതിൻ്റെ ഈ കൃതിയുടെ ഒരു സവിശേഷതയാണ്. ഈ യൂറോപ്പിൽ നിന്നും യൂറോപ്പിലേക്ക് പോയ, കൊളോണിയലിസത്തിന് മുമ്പ് തന്നെ യൂറോപ്പിലേക്ക് പോയ ആ കാലഘട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് ലോകം മാറുന്നത്, ലോകത്തിൻ്റെ പരിണാമം, അത് ഫ്യൂഡലിസത്തിൽ നിന്ന് മുതലാളിത്തത്തിലേക്ക് പോകുമ്പോഴേക്കും, മുതലാളിത്തത്തിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തുമ്പോഴേക്കും എങ്ങനെ ലോകം ഒരു എല്ലാ തിന്മകളുടെയും, എല്ലാ സദാചാര ലംഘനങ്ങളുടെയും, അധാർമികതയുടെയും ഒക്കെ ഒരു കൂത്തരങ്ങായി മാറുന്നു എന്നുള്ളത് നമുക്കിതിൻ്റെ ഉപപാഠത്തിലൂടെ കാണാം. അവിടെ കൊലപാതകങ്ങളും ഹിംസയും അരാജകമായിട്ടുള്ള കാമവും എല്ലാം വാസ്തവത്തിൽ ഒരു സാധാരണ പതിവ് സംഭവങ്ങൾ പോലെ നമ്മുടെ മുമ്പിൽ ഒരുതരം മുടി അഴിച്ചാടുന്ന പോലെയാണ് ഈ ഇട്ടിക്കോരയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള, അനുവാചകരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ, ഹിംസയുടെ പരകോടിയിലേക്കാണ് പലപ്പോഴും പോകുന്നത്. ഇതിനകത്ത് ഇതിൻ്റെ മുഖവര എഴുതിയ ആശാ മേനോൻ പറയുന്നത്, ധർമ്മപുരാണത്തിന് ശേഷം ഈ നരമാംസം കഴിക്കുന്നത് ഇത്ര ഒരു വലിയ ഗംഭീരമായി, ഇത്ര മനുഷ്യനെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ വിവരിക്കുന്ന മറ്റൊരു പുസ്തകം, മറ്റൊരു കൃതി തന്നെയില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നോവൽ പറയുന്നു, ലോകത്തിൽ ഏറ്റവും അധികം രുചിയുള്ള ഇറച്ചി മനുഷ്യൻ്റെയാണ്, പക്ഷേ വില വളരെ കൂടുതലാണ്. 1 കിലോ മനുഷ്യ ഇറച്ചിക്ക് ന്യൂയോർക്കിൽ $1000 വില. അതും ചില രഹസ്യ കേന്ദ്രങ്ങളിൽ മാത്രമേ കിട്ടൂ. Cannibals.comന് ന്യൂയോർക്ക് നഗരത്തിൽ, Cannibal.com എന്ന് പറഞ്ഞാൽ നരഭോജികളുടെ ഒരു ക്ലബ്ബാണ്. Cannibals.comന് ന്യൂയോർക്ക് നഗരത്തിൽ 31 അംഗങ്ങളുണ്ട്. നല്ല മനുഷ്യ ഇറച്ചി ശേഖരിച്ച് അംഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാൻ ചില സംവിധാനങ്ങളുണ്ട്. എൻ്റെ അനുഭവത്തിൽ ആഫ്രിക്കൻ പെൺകുട്ടികളുടെയും നീഗ്രോ പെൺകുട്ടികളുടെയും ഇറച്ചിക്കാണ് കൂടുതൽ സ്വാദ്. ഇത് ഫ്രാൻസിസ് ഇട്ടിക്കോരയുടെ പിൻതലമുറക്കാരൻ. അദ്ദേഹം അമേരിക്കൻ സൈന്യത്തിൽ ജോലി ചെയ്യുകയും അവിടെ സൈന്യത്തിൽ ഇറാഖിൽ പോയി അമേരിക്കയുടെ ആക്രമണത്തിന് പങ്കാളിയാവുകയും അവിടെ ഒരു ഇറാഖി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊല്ലുകയും ഒക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടെ, വളരെ അഭിമാനത്തോടെ വിവരിക്കുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ അനുഭവത്തിൽ ആഫ്രിക്കൻ പെൺകുട്ടികളുടെയും നീഗ്രോ പെൺകുട്ടികളുടെയും ഇറച്ചിക്കാണ് കൂടുതൽ സ്വാദ്. വെള്ളക്കാരുടെ ഇറച്ചിക്ക് രുചി കുറവാണ്. ഏഷ്യക്കാരുടെ ഇറച്ചി കുഴപ്പമില്ല. അത്ര നന്നായി പാചകം ചെയ്താലും പുരുഷൻ്റെ ഇറച്ചി തിരിച്ചറിയാൻ പറ്റും. തിന്നുമ്പോൾ ഒരു കടുപ്പം. 15-നും 25-നും ഇടയിലുള്ള പെണ്ണിൻ്റെ ഇറച്ചിയാണ് ഏറ്റവും നല്ലത്, കിട്ടാനാണ് പ്രയാസം. ഇങ്ങനെ അനുവാചകരെ ഞെട്ടിപ്പിക്കുകയും അവരുടെ അവരുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് അവരെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആഖ്യാനമാണ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് ഈ ലോകത്തിൻ്റെ, ഈ ഇരുണ്ട ലോകത്തിൻ്റെ ഏറ്റവും തിന്മ നിറഞ്ഞ അനുച്ഛേദമാണ് നമ്മുടെ മുമ്പിൽ
പ്രകടമാക്കുന്നത് ഈട്ടിക്കോര. അതോടൊപ്പം ചില വളരെ രസകരമായിട്ടുള്ള മറ്റ് ചില രീതികളും ഈ നോവലിൽ കാണാം. അതായത് അംഗീകരിക്കപ്പെട്ട ചരിത്രത്തിൻ്റെ, അംഗീകരിക്കപ്പെട്ട ആഖ്യാനങ്ങളുടെ തലകുത്തി നിർത്തുന്നതാണ്. അത് പ്രത്യേകിച്ച് അതൊരു വളരെ ദാർശനിക തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അതായത് അറിയപ്പെടുന്ന അധിനിവേശത്തിൻ്റെ ഭാഗമായി അധിനിവേശകരുടെ രാഷ്ട്രീയവും സംസ്കാരവും എങ്ങനെയാണ് മറ്റ് ജനതയിൽ അവരുടെ അധിനിവേശത്തിന് ഇരയാവുന്ന, വിധേയരാവുന്ന ജനതയുടെ മുമ്പിൽ അടിച്ചേൽപ്പിക്കുന്നതെന്നും ആ ജനതയുടെ സംസ്കാരവും അറിവും വിജ്ഞാനവും എല്ലാം അടിച്ചമർത്തി ഈ പുതിയ അധിനിവേശകരുടെ വിജ്ഞാനവും സംസ്കാരവും രാഷ്ട്രീയവുമൊക്കെ നമ്മുടെ മുകളിൽ എങ്ങനെ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതൊക്കെ ഇത് സംബന്ധിച്ചുള്ള സൈദ്ധാന്തികമായിട്ടുള്ള ആഖ്യാനങ്ങളൊന്നുമില്ലാതെ കഥയുടേതായ, നോവലിൻ്റേതായ ഒരു സവിശേഷമായിട്ടുള്ള ഒരു കരുത്തോടുകൂടി അത് നമ്മുടെ മുമ്പിൽ ടി രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്നു. ഇത് ഈ ചരിത്രത്തിൽ, വളരെ ലോക ചരിത്രത്തിൽ ആദ്യത്തെ ഗണിതശാസ്ത്രജ്ഞയായിട്ട് അറിയപ്പെടുന്ന ആളാണ് ഹൈപ്പേഷ്യ. അലക്സാൻഡ്രിയയിൽ, ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 5-ാം നൂറ്റാണ്ടിലോ 4-ാം നൂറ്റാണ്ടിലോ മറ്റു ജീവിച്ചിരുന്ന ഒരു കഥാപാത്രമാണ് ഈ ഹൈപ്പേഷ്യ. വളരെ പ്രഗത്ഭയായ, വളരെ അധികം വിവരമുള്ള ഒരു വനിതയാണ്. ആ വനിത മതത്തിനെ ചോദ്യം ചെയ്യുന്നത്, വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നത് യുക്തിയുടെയും ശാസ്ത്രത്തിൻ്റെയും പിൻബലത്തോടെയാണ്. ആ യുക്തിയുടെയും ശാസ്ത്രത്തിൻ്റെയും പിൻബലത്തോടെ മതം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ എങ്ങനെ കത്തോലിക്ക സഭ അവരെ അടിച്ചമർത്തുകയും അവരെ കൊന്നുകളയുകയും അവർ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി മുഴുവൻ തമസ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു വശം, ഈ നോവലിൻ്റെ ഒരു വശം. അതിൽ നിന്നാണ് മുന്നോട്ട് പോകുന്നത്. അതിന് സൂചന എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് അംഗീകൃതമായിട്ടുള്ള അധിനിവേശകരുടെ, അടിച്ചമർത്താൻ ശേഷിയുള്ള വലിയ പ്രബലരുടെ ധാരണകളെയും സങ്കല്പങ്ങളെയും അവർ മുന്നോട്ട് വയ്ക്കുന്ന അറിവ് പദ്ധതികളെയും ഒക്കെ, അല്ലെങ്കിൽ ജ്ഞാന പദ്ധതികളെയും അങ്ങനെയൊക്കെ ഈ ചോദ്യം ചെയ്യുന്നവരെ അവരെങ്ങനെ അരികുകളിലേക്ക് തള്ളി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ നോവലിൻ്റെ ഒരു സമാന്തരമായി പോകുന്ന മറ്റൊരു ആഖ്യാനം. അപ്പോൾ അതിൽ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം, കേരള വളരെ പ്രശസ്തമായ ഒന്നാണ് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്, കേരളീയ ഗണിതശാസ്ത്ര കളരി എന്ന് പറയപ്പെടുന്ന 14-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ തൃശ്ശൂരും ഭാരതപ്പുഴയുടെ തീരങ്ങളിലുമൊക്കെ വളർന്നു വന്ന ഒരു സ്കൂളാണിത്. തീർച്ചയായിട്ടും അത് സംഗമഗ്രാമ മാധവൻ എന്ന ബ്രാഹ്മണൻ നേതൃത്വം കൊടുത്ത ഈ കളരി വാസ്തവത്തിൽ തലമുറകളായി മുന്നോട്ട് കൊണ്ടുവച്ച വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഗണിതശാസ്ത്ര കണ്ടെത്തലുകളുണ്ട്. അതിൽ ന്യൂട്ടണും ലീബ്നിറ്റ്സും ഒക്കെ, അതായത് യൂറോപ്പ് ഈ രംഗത്ത് പ്രവേശനം ചെയ്യുക, അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ കണ്ടുപിടുത്തമായിട്ട് ന്യൂട്ടൻ്റെയും ലീബ്നിറ്റ്സിൻ്റെയും കണ്ടുപിടുത്തമായി മുന്നോട്ട് വയ്ക്കുന്ന കാൽക്കുലസ് മുതലായ, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് സീരീസ് മുതലായ ഗണിതശാസ്ത്രത്തിലെ സംജ്ഞകൾ വാസ്തവത്തിൽ അതിന് 200 വർഷം മുമ്പെങ്കിലും ഈ കേരളത്തിൽ ഇരിങ്ങാലക്കുടയിലും തൃശ്ശൂരും ഭാരതപ്പുഴ തീരത്ത് തിരുനാവായിലും തൃക്കണ്ടിയൂരും ഒക്കെ കഴിഞ്ഞിരുന്ന ഈ ബ്രാഹ്മണരായ ശാസ്ത്രജ്ഞർ, ഗണിതശാസ്ത്രജ്ഞർ എങ്ങനെ അവർ അത് കണ്ടുപിടിക്കുകയും ചെയ്തു എന്നുള്ളത് ഇപ്പോൾ ഗണിതശാസ്ത്ര ചരിത്രത്തിൽ വളരെ പ്രധാനമായ ഒരു ചർച്ചാ വിഷയമാണ്. ഈ സമീപകാലത്ത് മാത്രമാണ് ഇത് അംഗീകരിക്കപ്പെട്ടതും ഇന്ന് ന്യൂട്ടൻ്റെയും ലീബ്നിറ്റ്സിൻ്റെയൊക്കെ പേരിലുള്ള പ്രധാനപ്പെട്ട ചില കണ്ടുപിടുത്തങ്ങൾ ഇന്ന് ഈ സംഗമഗ്രാമ മാധവൻ്റെയും നീലകണ്ഠൻ സോമയാജിയുടെയും ജ്യേഷ്ഠദേവൻ്റെയും ഒക്കെ പേരിൽ ഇന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ടി രാമകൃഷ്ണൻ ഇതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. അദ്ദേഹം പറയുന്നത്, ഇത് തീർച്ചയായിട്ടും അടിച്ചമർത്തപ്പെട്ട, അതായത് യൂറോപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ജ്ഞാന രൂപങ്ങളെയും അടിച്ചമർത്തുന്ന ഒരു കാലഘട്ടത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് സംഭവിച്ചത്. അതേസമയത്ത് സമീപകാലത്ത് ഇത് കൂടുതൽ വെളിപ്പെടുകയും ലോകം ഇത് അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത്, ഇതിനുള്ളിലും ഒരു അധിനിവേശ കഥയുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഇരിങ്ങാലക്കുടയിലും തൃശ്ശൂരുമുള്ള ബ്രാഹ്മണരായിട്ടുള്ള ഈ ഗണിതശാസ്ത്രയുടെ പേരിൽ മാത്രം ഇതറിയപ്പെടുന്നത് എന്നുള്ളത് ഈ ആഗോളതലത്തിലുള്ള അധികാര സമവാക്യങ്ങളുടെ, യൂറോപ്പ് എങ്ങനെ ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ഈജിപ്തിൻ്റെയും ഒക്കെ ജ്ഞാന രൂപങ്ങളെ അടിച്ചമർത്തി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ പ്രദേശത്തുള്ള, ഒരുപക്ഷേ
ഇവിടെയുള്ള ഈ മേഖലയിൽ ഏറ്റവും അധികം കണക്കും ഗണിതശാസ്ത്രമൊക്കെ ഉപയോഗിക്കുന്ന ആശാരിമാരും മൂശാരിമാരും ഒക്കെ അടങ്ങുന്ന ഒരു വിഭാഗത്തിനെ പൂർണ്ണമായിട്ടും തമസ്കരിച്ചുകൊണ്ട് ഈ നമ്പൂതിരിമാരുടെ മാത്രം ഒരു സംഭാവനയായി ഇത് കാണുന്നത് എന്നുള്ളതിൻ്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില സ്വന്തം അദ്ദേഹത്തിൻ്റെ ഭാവനാസൃഷ്ടമാണ്. പക്ഷേ സൈദ്ധാന്തികമായി നോക്കുകയാണെങ്കിൽ അത് ചരിത്രത്തിനോട് വളരെ യാഥാർത്ഥ്യം പുലർത്തുന്ന അല്ലെങ്കിൽ വളരെ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ചില നിഗമനങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അമ്മയുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് വന്നിട്ടോ? ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റും ഒക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞോ? KSFE ഈ നാടിന്റെ ധൈര്യം. ടി രാമകൃഷ്ണൻ്റെ ഭാവനയനുസരിച്ച് 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ച കുന്നംകുളത്തുകാരനായ ഇട്ടിക്കോര ആണ് വാസ്തവത്തിൽ ഗണിതശാസ്ത്ര സ്വപ്നങ്ങളൊക്കെ വാസ്തവത്തിൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ചതും. അത് അദ്ദേഹം നാട്ടിലേക്ക് വന്ന് ഇവിടെ അദ്ദേഹത്തിൻ്റെ ആശ്രിതരായിരുന്നു. അദ്ദേഹം വലിയ സമ്പന്നനാണ്. അദ്ദേഹം ഫ്ലോറൻസിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ മൈക്കലാഞ്ചലോ, ഡാവിഞ്ചി, റഫേൽ മുതലായവരൊക്കെയാണെന്ന് ഓർക്കണം. അദ്ദേഹം തിരിച്ചു വന്ന് ഈ നാട്ടിൽ വന്ന് ഇവരെയൊക്കെ പഠിപ്പിച്ചതാണ് എന്നുള്ള ഒരു വളരെ ഭാവനാസൃഷ്ടമായിട്ട് തീർച്ചയായിട്ടും ഭാവനാസൃഷ്ടമായിട്ടുള്ളൊരു നിഗമനമാണെങ്കിലും അത് ഈ രാഷ്ട്രീയത്തിൻ്റെ അധികാര സമവാക്യങ്ങളെ വാസ്തവത്തിൽ വീണ്ടും ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ ഇത് വ്യാഖ്യാനിക്കുന്നതിലേക്ക് വഴിതെളിക്കുന്നു എന്നുള്ളത് വളരെ രസകരമായ ഒരു കാര്യമാണ്. അദ്ദേഹം ഈ ഗണിതശാസ്ത്ര ചരിത്രം പറയുന്നത് ശ്രദ്ധിക്കും. അദ്ദേഹം പറയുന്നു, ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറേ അറ്റത്തുള്ള കേരള എന്ന പ്രോവിൻസിൽ കുന്നംകുളത്തുള്ള ഒരു പരമ്പരാഗത കച്ചവട കുടുംബത്തിൽ ജനിച്ച ഇട്ടിക്കോര ചെറുപ്പത്തിൽ തന്നെ അപ്പൻ്റെ കൂടെ കച്ചവട കാര്യങ്ങൾക്കായി യാത്ര ചെയ്തിരുന്നു. 15-ാം വയസ്സിൽ അത്തരമൊരു യാത്രയിൽ അപ്പൻ ഇട്ടിക്കോരയെ 3 വർഷത്തേക്ക് അലക്സാൻഡ്രിയയിലെ ഒരു രഹസ്യ വിദ്യാഭ്യാസ കേന്ദ്രത്തിലാക്കി. അക്കാലത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന ഹൈപ്പേഷ്യൻസ് എന്ന വിഭാഗത്തിൻ്റെ സ്കൂളായിരുന്നു അത്. ഹൈപ്പേഷ്യയുടെ ഗണിതശാസ്ത്ര സിദ്ധാന്തം, ദാർശനിക സിദ്ധാന്തം ഇതെല്ലാം പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഹൈപ്പേഷ്യൻ സ്കൂൾ. അത് കത്തോലിക്ക സഭയും സർക്കാർ അന്നത്തെ അധികാരികളും അടിച്ചമർത്തിയതുകൊണ്ട് അത് രഹസ്യമായി നടത്തിയിരുന്ന സ്ഥാപനങ്ങളാണിത്. ജ്യോതിശാസ്ത്രം, ഗണിതം, രസതന്ത്രം, വൈദ്യം എന്നീ വിഷയങ്ങൾ ശാസ്ത്രീയമായി പഠിച്ച് ഗവേഷണം നടത്തുന്നവരും കലാ, സാഹിത്യം എന്നിവയോട് ബന്ധപ്പെട്ട് സ്വതന്ത്രമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നവരുമെല്ലാം സംഘടനയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഹൈപ്പേഷ്യൻ സ്കൂളിൽ നിന്ന് ഇട്ടിക്കോര പഠിച്ചതാണ് കാൽക്കുലസിൻ്റെയും ഇൻഫിനിറ്റ് സീരീസിൻ്റെയും ഒക്കെ. നമ്മളിന്ന് കേരളീയ സ്കൂൾ ഗണിതശാസ്ത്ര സ്കൂളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഈ വിവരങ്ങളെല്ലാം ഇട്ടിക്കോര ഫ്ലോറൻസിൽ നിന്ന് പഠിക്കുകയും അത് പിന്നീട് നാട്ടിൽ വന്ന് ഈ പ്രദേശത്തുള്ള മനുഷ്യർക്ക്, പ്രത്യേകിച്ച് നമ്മൾ കേരള സ്കൂൾ ഗണിതശാസ്ത്രന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്നാണ് ടി രാമകൃഷ്ണൻ പറയുന്നത്. ഇതൊരു ചരിത്ര വസ്തുതയാണെന്നുള്ള അവകാശമില്ല, ഇതൊരു ഭാവനാസൃഷ്ടമായ സംഗതിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ എങ്ങനെയാണ് അധികാരവും അറിവും തമ്മിൽ, അതിന് എപ്പിസ്റ്റമിക് വയലൻസ് എന്ന് ഫൂക്കോ പറയുന്നത് ഇതിൻ്റെ ഭാഗമാണ്, മിഷേൽ ഫൂക്കോ പറയുന്നത്. കാരണം എന്താണ് എപ്പിസ്റ്റമിക് വയലൻസ് എന്ന് പറയുന്നത്? അധികാരമുള്ളവരുടെ അറിവ്, അധികാരമുള്ളവർ അവരുടെ അധിനിവേശം, അവരുടെ അധികാരം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നത് ബലപ്രയോഗത്തിൽ കൂടെ മാത്രമല്ല, സംസ്കാരത്തിലൂടെയും അറിവിൻ്റെ തരത്തിൽ ഉള്ള അവരുടേതായ അറിവ് ഇരയായവർക്കുള്ള അടിമകളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നതും കൂടെ വഴിയാണ്. അതോടുകൂടി ആ അടിമകളാക്കപ്പെട്ടവരുടെ അറിവ് അപഹസിക്കപ്പെടുന്നു, അത് തമസ്കരിക്കപ്പെടുന്നു, അത് അരികുകളിലേക്ക് തള്ളപ്പെടുന്നു. അതോടുകൂടി ആ അറിവിൻ്റെ ഏറ്റവും വലിയ ഉടമകളും ആ അറിവിൻ്റെ പ്രചാരകരുമായിട്ട് ഈ അധിനിവേശകർ മാറിത്തീരുന്നു. അതാണ് ഇപ്പോൾ സമീപകാലത്തെ ചരിത്രത്തിൽ വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ മലയാളിയായ ജോർജ് ഗീവർഗീസ് ജോസഫ് എന്ന് പറയുന്ന പോത്തൻ ജോസഫിൻ്റെയും ജോർജ് ജോസഫിൻ്റെയും ഒക്കെ കുടുംബക്കാരനായിട്ടുള്ള സംഗീത ശാസ്ത്രജ്ഞൻ ആണ് ക്രസ്റ്റ് ഓഫ് ദ പീകോക്ക് എന്ന് പറയുന്ന ശാസ്ത്രം. അതായത് യൂറോപ്പിൽ നിന്ന് വ്യത്യസ്തമായ ഗണിതശാസ്ത്രത്തിൻ്റെ യൂറോപ്പിൽ നിന്ന് വ്യത്യസ്തമായ മേഖലകളിലുള്ള അതിൻ്റെ അറിവിൻ്റെ സ്രോതസ്സുകളെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ പലരുടെയും ധാരണ നമ്മുടെ മാത്തമാറ്റിക്സ് പലതും യൂറോപ്പിൻ്റെയാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അതിനെയാണ് ഇദ്ദേഹം വീണ്ടും മറിച്ചിടുന്നത്. അദ്ദേഹം പറയുന്നത് ജോർജ് ജോസഫ് ജൂനിയർ പോലും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇത് ജസ്യൂട്ട് പാതിരിമാർ വഴി കേരളീയ വിവരങ്ങൾ, കേരളീയ ഗണിതശാസ്ത്രം ലോകത്തെത്തിയതാണ്, അങ്ങനെയാണ് ലോകം ഇത് അറിഞ്ഞത് എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി
ടി.ഡി. രാമകൃഷ്ണൻ നിർദ്ദേശിക്കുന്ന ഒരു പുതിയ സിദ്ധാന്തമാണ് ഇത്. ഇപ്പോഴത്തെ ഗണിതശാസ്ത്ര അക്കാദമിക് ചർച്ചകളിൽ കേരള സ്കൂളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധവ, സംഗമഗ്രാമ, നീലകണ്ഠ സോമയാജി, ജ്യേഷ്ഠദേവ മുതലായവരുടെ ഗണിതശാസ്ത്രത്തിലെയും ജ്യോതിശാസ്ത്രത്തിലെയും സംഭാവനകളെ ഇട്ടിക്കോരയുമായി ബന്ധിപ്പിച്ച് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഇട്ടിക്കോരയെപ്പറ്റി ഈ ഗവേഷണം ചെയ്യുന്ന ഈ ഒരു കഥാപാത്രമാണ് ഇതിനകത്ത് മോറിഗാമി എന്ന് പറയുന്ന പെറൂവിയൻ ജാപ്പനീസ് ബന്ധത്തിലുള്ള പാരമ്പര്യമുള്ള ഒരു യുവതിയുടെ ഗവേഷണമാണ്. കാൽക്കുലസിൻ്റെയും ഇൻഫിനിറ്റ് സീരീസിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ന്യൂട്ടണും ലെബിനിറ്റ്സിനും 200ഓളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കേരളീയ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരുന്നു എന്ന കാര്യം ഇന്ന് ഏതാണ്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. പൈയുടെ 17 ദശാംശങ്ങൾ വരെ മൂല്യനിർണ്ണയം അവർ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇത് വാസ്തവത്തിൽ ജോർജ് ഗീവർഗിസ് ജോസഫ് പറയുന്നത് പോലെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയതല്ല. ഫ്രാൻസിസ് ഇട്ടിക്കോര അദ്ദേഹം ഇറ്റലിയിൽ നിന്ന് ഈ ഹൈപ്പേഷ്യൻ സ്കൂളിൽ നിന്ന്, ഈജിപ്തിലെ ഹൈപ്പേഷ്യൻ സ്കൂളിൽ നിന്ന് പഠിച്ചറിഞ്ഞ് ഇങ്ങോട്ട് സംഭാവന ചെയ്തതാണ് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ അധിനിവേശത്തിൻ്റെ സിദ്ധാന്തത്തെ മറ്റൊരു രീതിയിൽ കാണുന്ന ഒരു സമീപനമാണ് ടി.ഡി. രാമകൃഷ്ണൻ നടത്തുന്നത്. ഇത് മാത്രമല്ല, ഇതിലൂടെ അദ്ദേഹം പറഞ്ഞു വരുന്നത് ചരിത്രത്തിൻ്റെ ഈ അറിയപ്പെടാത്ത അടരുകളിലൂടെയുള്ള യാത്രയാണ്. അധിനിവേശത്തിൻ്റെ അക്രമ സ്വഭാവമാണ്. മേലാളരുടെയും ഇഷ്ടമനുസരിച്ച് ചരിത്രത്തെയും അറിവിനെയും വിജ്ഞാനത്തിനെയും ജീവിതത്തെയും ഒക്കെ എങ്ങനെ അടിച്ചമർത്തി എന്നുള്ളതിൻ്റെ ഒരു ഡാർക്ക്, വളരെ ഇരുണ്ട ആഖ്യായികയാണ് ഈ പുസ്തകം. ഇത് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ മലയാള സാഹിത്യത്തിലെ ഒരു വഴിത്തിരിവ് കുറിച്ച ഒരു പ്രധാനപ്പെട്ട ആഖ്യായികയാണ്. ഇത് മലയാള മനോരമ ഈ കഴിഞ്ഞ 25 വർഷത്തെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളായി തിരഞ്ഞെടുത്തവയിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട കൃതിയാണ്.